കടങ്കഥകൾ പഴങ്കഥകൾ പറന്നുയരാ. നീ ഇങ്ങനെ കുടിക്കാതെ മലിക്കാതെ നട കുടുംബം നോക്കി അടിയിടാ അങ്ങോട്ട്. ഓ അണ്ണാ മറ്റേ പൂവാർ കൊലക്കേസ് പ്രതിനെ പോലീസ് പിടിച്ചേട്ടാ. പിന്നെ പിടിക്കാതെ എടാ കക്ക അറിയണേ നിൽക്കാനും അറിയണം. കൊലപാതകം ചെയ്ത ബോഡി അതിനെ ഡിസ്പോസ് ചെയ്യാൻ പഠിക്കണം. ഇത് അവരവിടെ കൊണ്ട് ഇട്ടിട്ടല്ലേ ഇവന്മാരെ പിടിക്കപ്പെടുന്നത്. കോടതിയിൽ തെളിവാണ് ആവശ്യം. ഡെഡ് ബോഡി കിട്ടിയാലേ ഇവിടെ പിടിച്ച് ഉള്ളത്തുള്ളൂ. കോടതി പോലും കണ്ടുപിടിക്കാതെ എങ്ങനെ നമ്മൾ ഡിസ്പോസ് ചെയ്തത്? ഇത് നമ്മൾ സൾഫ്യൂരിക് ആസിഡിൽ മുക്കി വയ്ക്കണം. കംപ്ലീറ്റ് ദ്രവിച്ചു. നിന്റെ ബുദ്ധി അപാരം തന്നെട്ടാ. രണ്ടുപേരും സിഗരറ്റ് വാങ്ങണേ. ആളെ കൊല്ലം വലിയ പാടൊന്നുമില്ല. ഇതാണ് ഇങ്ങനെ വന്നിട്ട് നമ്മളൊരു ലോക്ക് സിസ്റ്റം ഇതുണ്ട്. പേടിച്ചടാ. കുഴപ്പമില്ല. ഞാൻ ഇറങ്ങട്ടെ ആളെയാ, രാവിലെ പാൽ കൊടുക്കാൻ പോണം. ഹലോ സിജോണേടാ. ആ പറടാ, നീ ഇപ്പൊ അങ്ങോട്ട് പോയല്ലേ ഉള്ളു. ഞാൻ വിളിച്ചതേ നീ നേരത്തെ പറഞ്ഞിരുന്ന മറ്റേ പരിപാടി. ഏത്? എടാ മറ്റേ ദ്രവിപ്പിക്കുന്ന പരിപാടി ഇല്ലേ? ഓ സൾഫ്യൂരിക് ആസിഡ്. എടാ അപ്പൊ അതിലേ ഒരു 70 കിലോ കോഴി ഇട്ട് കഴിഞ്ഞാ ദ്രവിക്കുവോ? ദ്രവിക്കും, പക്ഷെ ഈ 70 കിലോ കോഴി ഇടന്ന് അത് ഒരു കല്യാണത്തിന് ബാക്കിയാണോ കോഴി ഇരിക്കണേ? ദ്രവിക്കും. അളിയാ മറ്റേ ദ്രവിപ്പിക്കുന്ന പരിപാടി ഇല്ലേ, അത് നമ്മൾ ഈ 70 കിലോ കോഴി ഒരുമിച്ചിടണോ അതോ പീസ് ആക്കി ഇടണോ? അല്ല കോഴി എന്നൊരു പീസ് ആക്കണത്. കോഴി എന്നാ പറഞ്ഞത്, സംഭവം 70 കിലോ കാളയായിരുന്നു കേട്ടാളിയാ. കാളയായിരുന്നു? കാളയാണെങ്കിലേ എല്ല് സെപ്പറേറ്റ് ചത സെപ്പറേറ്റ് അങ്ങനെ വേണം. ഓക്കെ ഓക്കെ. ഈ ദ്രവിപ്പിക്കുന്ന പരിപാടിയില്ലേ, ഈ ഡ്രസ്സൊക്കെ എങ്ങനെ ഇതിന്റെ കൂടെ കിടന്ന് ഒരുമിക്കോളൂ? കാളക്ക് എന്തിനാ ഡ്രസ്? കാളയെന്നാ പറഞ്ഞത്, ഇത് ഡ്രസ്സിങ് ചെയ്ത കോഴിയാണല്ലേ. 70 കിലോ കോഴി. എന്താ ഞാൻ എപ്പോഴേ വിളിക്കണേ? എന്ത്? എടാ മറ്റേ ദ്രവിപ്പിച്ച പരിപാടി ഇല്ലേ, അത് നമ്മൾ ആറ്റിക്കൊണ്ട് ഒഴുക്കണോ? നമ്മൾ ഈ പാട്ടിൽ വെച്ച സ്മെല്ലും എല്ലാം അടിക്കൂ. ആറ്റിക്കൊണ്ട് ഒഴിക്കണം. ഓ കഥ അടച്ചിട്ട് തരാട്ടെ, ഇവിടെ അത്ര സേഫ് അല്ല. ഓ ശരി. ഹലോ പോലീസ് സ്റ്റേഷൻ. ആരാ വിളിക്കണ? പോലീസാ? എന്തിനാ എന്നെ കഴുത്തി പിടിച്ച് നേരിച്ചാരത്തെ? ചുമ്മാ കളിപ്പുള്ളേ ഞാൻ.